ഒരു കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം തന്നെ ആയിട്ടുള്ളൂ, ചെറുപ്പക്കാരിയാണ്, ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവളെ പ്രശ്നം എന്താ വെച്ചാൽ ഭർത്താവ് ബിസിയാണ്. ബിസിനസ് ആകുമ്പോൾ സാധാരണ തിരക്കുണ്ടാവും. പക്ഷെ എത്ര തിരക്കാണെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചാൽ പോവും, കറങ്ങാനൊക്കെ പോവും. ഇവരെ മൈൻഡ് ചെയ്യില്ല, പരിഗണിക്കില്ല. കുറേ ഇപ്പോൾ ആവശ്യങ്ങൾ കുറേ പറഞ്ഞ് അവസാനം ചെയ്തു കൊടുക്കും, പക്ഷെ ആവശ്യ സമയത്ത് ചെയ്തു കൊടുക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഉള്ളതൊരു ദുസ്വഭാവം വെച്ചാൽ സ്ത്രീകളുമായിട്ടുള്ള അങ്ങനത്തെ അവിഹിത പ്രശ്നങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ല. എന്നാൽ അവർ പറഞ്ഞത് അവരെ ഉസ്താദുമായി, പള്ളിയിലെ ഉസ്താദുമായി അവരിങ്ങനെ നിരന്തരം ചാറ്റുന്നു എന്നുള്ള. അപ്പോൾ അവരത് ശ്രദ്ധിച്ചപ്പോൾ അനാവശ്യമായി ചാറ്റുന്നു, അനാവശ്യ സംസാരങ്ങൾ, അനാവശ്യ ഫോട്ടോകൾ അവരിടുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവരെ മെയിൻ പ്രശ്നം ഇതാണ്. ഒന്ന് അവരുമായി കൂടിയിരിക്കാനോ അവരുമായി ഒന്ന് കറങ്ങാനോ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനൊന്നും ചെയ്യുന്നില്ല. നല്ല തിരക്കോ ഒക്കെ ആളെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ കാണുന്നു. പല പ്രാവശ്യം ഇത് കണ്ടിട്ട് വാണിംഗ് ചെയ്തു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ആ സമയത്തൊരു സമാധാനിപ്പിച്ച് വീണ്ടും തുടങ്ങുന്നൊരവസ്ഥയാണ്. വല്ലാത്ത മാനസിക പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യം, പൊതുവായൊരു സംഗതിയാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം തനിക്കുണ്ട് എന്ന് വിചാരിക്കാം. എപ്പോഴും ആ പ്രശ്നത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധങ്ങളിലും ഒക്കെ എന്ത് ചെയ്യും, എനിക്ക് നിങ്ങളെ കിട്ടണില്ല, നിങ്ങളിൻ്റെ അടുത്ത് വരുന്നില്ല, നിങ്ങൾക്ക് ബിസിനസ്സിന് തിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ കാര്യത്തെ നമ്മളിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ ഒരു നല്ല സന്തോഷവും ഒരു സ്നേഹവും ഉണ്ടായിത്തീരാനുള്ള ഒരു ആശയവിനിമയം പിന്നെ നടക്കില്ല. പിന്നെ ഈ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും വിചാരണകളും തർക്കങ്ങളും ചോദ്യങ്ങളൊക്കെയാണ് നൽകുക. അപ്പോൾ ഇങ്ങനത്തെ സഹോദരിമാർക്ക്, ഈ ഭർത്താക്കന്മാരിൽ നിന്ന് സമയം കിട്ടാത്ത സഹോദരിമാർ ചെയ്യേണ്ട എന്താ വെച്ചാൽ, അവരോട് ഇങ്ങനെ വെറുതെ ഇതിൻ്റെ ഒരു വിഷമം പ്രകടിപ്പിച്ച് എങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങളിപ്പോൾ എവിടെയായിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ കാര്യത്തിൽ ഒഴിവില്ല, ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്താ അറിയോ, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാറ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ പറയാം, അടുത്ത ഞായറാഴ്ച നിങ്ങൾ എന്തായാലും നമ്മളെ ഒരു അമ്മായി സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോകണം. നിങ്ങൾ ഒന്ന് പ്രത്യേകം ഒരു രാവിലെ പോയിട്ട് നിങ്ങൾ എന്ത് ഒരു 9-9 നമുക്ക് വരാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അവരോട് എന്ത് ചെയ്തു, ഒരു 4 മണിക്കൂർ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു പ്രശ്നമില്ല, അപ്പോഴൊന്നും പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വരാൻ ഒഴിവില്ല, നിങ്ങൾ ഇതിലെങ്ങനെ വരണം, അതൊന്നും പറയണ്ട. വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യാണ്, തീർച്ചയായും നടക്കും. അപ്പോൾ എന്ത് ചെയ്തു, അത് കിട്ടിയല്ലോ. മോൾക്ക് ഒന്ന് യൂണിഫോം എടുക്കാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളിയാഴ്ച വൈകുന്നേരം. കാരണം ഈ തിരക്കുള്ള ആളോട് എപ്പോഴും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് പറയണം. തിരക്കുള്ള ആളുകളോട് അപ്പം നമുക്ക് മുൻകൂടി ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കടയിൽ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മണിക്ക് നിങ്ങൾ വരും, നമുക്കതൊന്ന് എടുത്ത് പോരാ, നിങ്ങളോട് ഉണ്ടെങ്കിൽ നമുക്കത് സൗകര്യം, നിങ്ങൾക്ക് ഒരു ഷർട്ടും ഒരു ഇതൊക്കെ വേണ്ടേ, ഈ കൊല്ലം പുതിയത് മാറില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അയാളെ കിട്ടും. ഇങ്ങനെ ഫിക്സഡായ ചില സമയങ്ങളും സന്ദർഭങ്ങളും പറയാം. അതേമാതിരി വീട്ടിലാരെങ്കിലും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ പറയാം, നാളെ ഇന്ന ഒരാൾ വരുന്നുണ്ട് പറയണ്ട, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വേണമല്ലോ, അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തു ചെയ്യും, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്കും പ്ലാനുകളും ഒക്കെ ഇവരുടെ കൺട്രോളിലാവും. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തു ചെയ്യും, അതോടൊപ്പം തന്നെ എന്തു ചെയ്യുക, നമുക്ക് വേണ്ടിയുള്ള സമയം മാത്രം പ്ലാൻ ചെയ്യാൻ നിൽക്കാതെ അയാളുടെ സമയം കൂടി പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സഹായിച്ചു കൊടുക്കുക. സാധാരണ PA എന്നൊക്കെ പറയില്ല, സാധാരണ വൈഫിന് കുറേ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഭർത്താവിന്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ കടയിൽ കുറച്ച് നേരത്തെ പോയിക്കോളി, അത് നല്ലതാണ്. എല്ലാവരും വരും, നിങ്ങൾ ഈ 10 മണിക്ക് പോകുന്നേക്കാളും നല്ലത് തുറക്കുമ്പോഴേക്കും ചെന്നൊക്കെ ഒന്ന് ചിട്ടയാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കസ്റ്റമേഴ്സിനൊക്കെ സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ അയാളെ സമയത്ത് പറഞ്ഞേക്കാം. അപ്പോൾ ഇവളെന്ത് ചെയ്യും, ഞാൻ കച്ചവടം ചെയ്യണമൊക്കെ ഇഷ്ടമല്ല, കടയിൽ പോകണം ഇഷ്ടമല്ല എന്ന് ഓക്കോളെ കാര്യത്തിന് ഇന്നെങ്ങനെ കിട്ടണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കും ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക എല്ലാ കാര്യത്തിനും. ഏതായാലും നിങ്ങളിങ്ങനെ തിരക്കിലൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളിയും, ഒന്ന് ഇന്നത്തെ ദിവസം ഒന്ന് ലീവ് എടുത്ത് ഒന്ന് വിശ്രമിച്ചോളിയും. ഇല്ലെങ്കിൽ നമുക്കൊരു ഉംറക്ക് പോകണം, അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യും, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓണത്തിൻ്റെ വെക്കേഷൻ്റെ 10 ദിവസം നിങ്ങളൊന്ന് ഒഴിവാക്കിയിടണം. ഇങ്ങനെ ഒന്ന് ഭാര്യമാർ പ്ലാൻ ചെയ്താൽ തീർച്ചയായും പിന്നെ അവരുടെ കൺട്രോളിലാകും ഇവരുടെ 24 മണിക്കൂർ. നേരെ മറിച്ച് നിങ്ങൾ സമയം തരുന്നില്ല, നിങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഈ അവിഹിതങ്ങളാണ്. അവിഹിതങ്ങളും എന്താ വെച്ചാൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്.
അത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം. നമ്മളെപ്പോഴും അവരുമായി നന്നായി സഹകരിച്ച് അവിടെ മനസ്സിൽ എപ്പോഴും നമ്മളുണ്ടാകത്തക്ക വിധത്തിലുള്ള പെരുമാറ്റങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കി അവരെ നമ്മളിൽ എൻഗേജ്ഡ് ആക്കുക. എന്നാൽ പിന്നെ പുറത്തു പോകാനും സമയം ഉണ്ടാവും. വെറുതെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം പിണങ്ങിയിട്ടും തെറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ പ്രായോഗികമായ പരിഹാരങ്ങളിലേക്ക് പോകലായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ആകുമ്പോഴേ നന്നായി പോകാനും സാധിക്കും. അതെ.